എല്ലാവർക്കും ബിസി മോംസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജ്യൂസി ആയിട്ടുള്ള മൈക്രോണി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാക്രോണി വേവിച്ചെടുക്കുക ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെക്കുക. ഇതിനൊരു കണക്കൊന്നുമില്ല, എത്രയാണ് മക്രോണി അതിന് മുകളിലായിട്ട് വെള്ളം നിൽക്കണം എന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് തിളച്ച് വരുന്ന ടൈമിൽ ഉപ്പ് പിന്നെ സൺഫ്ലവർ ഓയിലും പാടെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മുടെ മക്രോണി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക, കാരണം അടിക്ക് പിടിക്കും അല്ലെങ്കിൽ. അപ്പോൾ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം മാത്രം മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 6 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് വെള്ളത്തിൽ നിന്നും വാർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും വെള്ളമില്ലാതെ നമുക്കൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഈ വാർത്ത് വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വൈറ്റ് സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ അധികം കരിയാത്ത രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ കരിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് കുറച്ച് മൈദപ്പൊടി, എത്രയാണോ നമുക്ക് വൈറ്റ് സോസ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കാം കേട്ടോ. മൈദപ്പൊടി ഇതിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചിട്ട് ഇങ്ങനെ ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഇങ്ങനെ കുറുക്കി എടുക്കുക കേട്ടോ. ഇനി കുറച്ചിതിലേക്ക് ചില്ലി ഫ്ലാക്സും പിന്നെ ഒരു പിഞ്ച് ഒറിഗാനോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു സോസ് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം പാനിൽ നിന്ന് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 5-6 ചെറിയതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് 5-6 എന്ന് പറയുന്നത്. വലുതാണെങ്കിൽ ഒരു 3 എണ്ണം മതി കേട്ടോ. ഇനി ചോപ്പ് ചെയ്ത ക്യാരറ്റും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് നമുക്കൊന്ന് ഈ ഒരു ബട്ടറിലൊന്ന് വാട്ടിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഇതൊന്ന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് നിങ്ങൾക്ക് ചോപ്പ് ചെയ്യണ്ടെങ്കിൽ ആക്കണ്ട കേട്ടോ. ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും പാടെ ആഡ് ആക്കിയിട്ട് ഞാൻ വേവിച്ചെടുത്ത ചിക്കനാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വൈറ്റ് സോസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് ചീസാണ്. അത് മൊസറല്ലാൻ്റെ ചീസ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ക്യൂബ് എടുത്തിട്ടുള്ളത്. കുട്ടികൾ ഇത് ക്യൂബ് കഴിക്കുന്നില്ല, അപ്പോൾ ഞാൻ ഇതിലിട്ടിട്ട് ഇങ്ങോട്ട് ആക്കാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ അവരങ്ങനെ കഴിക്കുകയും ചെയ്യുമല്ലോ, അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ മക്രോണിയും പാട് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ സിമ്മിലാക്കിയിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ആവി കൊള്ളട്ടെ. ഇതൊന്ന് മിക്സ് ആവണ വരെ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് അതിലൊന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ അടിപൊളി ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ജ്യൂസി എന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മലയാളം ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോവുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.